UDFിനെയും LDFിനെയും ഒരുപോലെ അമ്പരപ്പിച്ച വിജയമായിരുന്നു തൃശൂരിൽ BJപിക്കുണ്ടായത്. BJപി മുന്നേറ്റം നടത്തുമെന്ന് കരുതിയിരുന്നു എങ്കിലും അത് വിജയത്തിലേക്ക് എത്തുമെന്ന് ഇരു മുന്നണികളും പ്രതീക്ഷിച്ചതേയില്ല. അതിനാൽ അപ്രതീക്ഷിതമായിരുന്നു തൃശൂരിലെ BJപി വിജയം. BJപി തങ്ങളുടെ വലിയ നേട്ടമായി തൃശൂരിലെ വിജയം ഉയർത്തിക്കാട്ടുകയും ചെയ്തു. തൃശൂരിലെ വിജയത്തിനു പിന്നാലെ ഗുരുവായൂരപ്പനും മാതാവിനുമാണ് സുരേഷ് ഗോപി നന്ദി പറഞ്ഞത്. ഹിന്ദു വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വോട്ടുകളും സുരേഷ് ഗോപിക്ക് ലഭിച്ചതായി വിലയിരുത്തലുണ്ടായി. മാത്രമല്ല, പിന്നീട് ക്രൈസ്തവ സഭ തന്നെ തൃശൂരിൽ BJപി പിന്തുണച്ചെന്ന വെളിപ്പെടുത്തൽ നടത്തി. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ CPM ജില്ലാ കമ്മിറ്റിയും മണ്ഡലത്തിൽ ക്രൈസ്തവ സഭ BJപിക്കൊപ്പം നിന്നതായി വിലയിരുത്തുന്നു. മറ്റു ചില ആരോപണങ്ങളും ജില്ലാ കമ്മിറ്റി യോഗം ഉയർത്തിയിട്ടുണ്ട്. തൃശൂരിൽ ക്രൈസ്തവ സഭകൾ BJപിയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീക്കാമെന്ന് BJപിയുമായി ക്രൈസ്തവ സഭകൾ ധാരണയുണ്ടാക്കിയെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആരോപണം. വിദേശ ഫണ്ട് ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിലക്കു മാറ്റുന്നതിന് തൃശൂർ സീറ്റ് ക്രൈസ്തവ സഭകൾ BJപിക്ക് നൽകുകയായിരുന്നു എന്ന വിമർശനമാണ് CPM ജില്ലാ കമ്മിറ്റി ഉയർത്തുന്നത്. ക്രൈസ്തവ സഭകളും BJപിയും തമ്മിൽ ഇത് സംബന്ധിച്ച് ധാരണ ഉണ്ടായിരുന്നെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു. ബാക്കി വരുന്ന ക്രൈസ്തവ വോട്ട് UDFിനാണ് ലഭിച്ചതെന്നും വിലയിരുത്തലുണ്ടായി. തൃശൂരിൽ ക്രൈസ്തവ സഭകൾ LDFിന് തീർത്തും കൈയൊഴിഞ്ഞുവെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മണിപ്പൂർ വിഷയം തൃശൂരിൽ സ്വാധീനിച്ചില്ലെന്നും വിലയിരുത്തലുണ്ടായി. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും LDFിന് ഗുണം ചെയ്തില്ലെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. കേന്ദ്രത്തിൽ നിർണായക ശക്തി കോൺഗ്രസ് ആണെന്നും അതിനാൽ കോൺഗ്രസിന് അനുകൂലമായി മുസ്ലിം ന്യൂനപക്ഷം വോട്ട് ചെയ്തു. ഗുരുവായൂർ മണ്ഡലത്തിൽ മുരളീധരൻ മുന്നിൽ വരാൻ കാരണം ഇതാണെന്നും വിലയിരുത്തലുണ്ടായി. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം തൃശൂരിലെ തോൽവിയെയും സ്വാധീനിച്ചതായി യോഗം വിലയിരുത്തി. പെൻഷൻ നൽകാത്തതും സപ്ലൈകോയിലെ പ്രതിസന്ധിയുമെല്ലാം പൊതുജനങ്ങൾക്കിടയിൽ സർക്കാരിനെക്കുറിച്ചുള്ള അവമതിപ്പിന് കാരണമായും ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന പല NGOകളും രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 2 മാസം മുമ്പ് ക്രിസ്ത്യൻ NGOയായ കാരിത്താസ് ഇന്ത്യക്കെതിരെ RSS രംഗത്ത് വന്നിരുന്നു. കാരിത്താസ് വിദേശ ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി പരാതിയുണ്ടെന്ന് RSS മുഖപത്രം ഓർഗനൈറിന്റെ റിപ്പോർട്ടിലാണ് ആരോപിച്ചത്. ലീഗൽ റൈറ്റ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന സംഘടനയാണ് കാരിത്താസ് ഇന്ത്യക്കെതിരെ പരാതിപ്പെട്ടത്. വിദേശ സംഭാവനകൾ സ്വീകരിക്കാനുള്ള FCRA ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിനാണ് പരാതി നൽകിയത്. ഇവരുടെ പ്രവർത്തനം രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പരാതിയിൽ പറയുന്നു. ജാർഖണ്ഡിലെയും ഛത്തീസ്ഗഡിലെയും ദാരിദ്ര്യം കാരിത്താസ് ഇന്ത്യ പെരുപ്പിച്ചു കാണിച്ച് വിദേശ ഫണ്ട് നേടുകയാണെന്നും ആരോപിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് കീഴിൽ 1962 കാരിത്താസ് ഇന്ത്യ സ്ഥാപിച്ചത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആരോപണം വിലയിരുത്തേണ്ടത്. പരാജയത്തിനെതിരെ UDF സ്ഥാനാർത്ഥി K മുരളീധരനും വൈകാരികമായി പ്രതികരിച്ചിരുന്നു. UDFിനുള്ളിലും തൃശൂരിലെ പരാജയം പുകയുകയാണ്. LDF സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നെങ്കിൽ ഇത്രയും വിഷമം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മുരളീധരൻ പരസ്യമായി പറഞ്ഞത്.